നിങ്ങളുടെ വീട്ടിൽ കേടായ ലാപ്ടോപ്പ് ഉണ്ടോ? എന്തിന് 4000 രൂപ 5000 രൂപ മുടക്കി എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങണം? കേടായ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ച് നിങ്ങൾക്കും ഉണ്ടാക്കാം സ്വന്തമായ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. ഒറിക്കോ കമ്പനി അവതരിപ്പിക്കുന്നു 2.5 ഇഞ്ച് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എൻക്ലോഷർ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തല്ലിപ്പൊട്ടിക്കുക. ഫ്രണ്ട്സ്, ടെക്കോണറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തുടക്കത്തിൽ ആഡൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ പെട്ടെന്ന് ഇങ്ങനെ തോന്നി, അനൂപിന്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ വെച്ച് ചെയ്ത് കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ കുറച്ച് സീരിയസ് അല്ല, ലൈക്ക് നമ്മളൊരു കാര്യത്തിന്റെ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ട് വന്നിരുന്നത്. വളരെ സിമ്പിൾ പ്രൊഡക്റ്റിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഞങ്ങൾ ആടി പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കേടായ ലാപ്ടോപ്പ്, ഞങ്ങൾ കേടായ ലാപ്ടോപ്പ് കുറേ പേര് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ലാപ്ടോപ്പ് കേടായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ. അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമുക്ക് വേണം. നമ്മൾ ഡേ ബൈ ഡേ നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഫോണുകളിൽ എടുക്കുന്ന നമ്മുടെ സ്റ്റോറേജ്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ സ്ഥലം ഇല്ലാണ്ടായവരാണ്. നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പറ്റുന്ന, ലാപ്ടോപ്പിൻ്റെ അകത്തുണ്ടാവുന്ന സ്റ്റോറേജ് ഒന്നും പറ്റുന്നില്ല. സോ എല്ലാവരും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളിലേക്ക് പോകും. ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ബേസിക്കലി 1 TB എങ്കിലും മിനിമം വേണം. 1 TB ഹാർഡ് ഡിസ്ക്, 1.5 TB ഹാർഡ് ഡിസ്കുകൾക്ക് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ 3000 rupees, 4000 rupees അല്ലെങ്കിൽ 5000 വരെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അത്രയും രൂപ ആവശ്യമാവും, അല്ലേ? 3000 രൂപ 4000 രൂപ റേഞ്ചൊക്കെ ആവും. സോ അത്രയൊന്നും വില മുടക്കാണ്ട് ഞങ്ങൾ പറയണതെന്ന് വെച്ചാൽ ഒരു 400 രൂപ 500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഒരു ഹാർഡ് ഡിസ്ക് എൻക്ലോഷറാണ്. അത് 2.5 ഇഞ്ച് ഹാർഡ് ഡ്രൈവ് എൻക്ലോഷറാണ്. ഇത് വെച്ച് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ കേടായി പോയ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ അതൊരു 1 TB ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, 500 GB ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, 2 TB ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, അതെടുത്ത് നേരെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോയും ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കേടായ ലാപ്ടോപ്പ് എന്ന് കുറേ പറഞ്ഞു. പക്ഷേ ഈ കേടായ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പഴയ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് കേടായിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ, ഈ കാര്യം വെച്ച് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കേസ് പോലെയല്ല സംഭവം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാർഡ് ഡ്രൈവ് എൻക്ലോഷറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ എങ്ങനെ രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ സോ ഞങ്ങൾ എന്ത് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരും, കയറി കാണാം. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് 2.5 ഇഞ്ച് ഹാർഡ് ഡ്രൈവ് എൻക്ലോഷർ, ഒറീക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയണമെങ്കിൽ ആദ്യം പെട്ടിയുടെ പുറത്ത് തന്നെ 2.5 ഹാർഡ് ഡിസ്ക് ഓർ SSD, അതായത് നമ്മുടെ 2.5 ഇഞ്ച് സൈസിലുള്ള ഹാർഡ് ഡിസ്കോ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസോ HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവോ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസോ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് അങ്ങനെ ഉള്ളതാണെങ്കിൽ, നോർമലി ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ PC-യിലൊക്കെ SSD ഒക്കെ 2.5 ഇഞ്ച് ആയിരിക്കും. പക്ഷേ ഹാർഡ് ഡിസ്ക് നോർമലി 2.5 ഇഞ്ച് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലാപ്ടോപ്പിലായിരിക്കും. സോ അതൊക്കെ എൻക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കാൻ നമുക്ക് എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ നമ്മുടെ നോർമൽ ഡെസ്ക്ടോപ്പിലൊക്കെ വന്ന വലിയ ഹാർഡ് ഡിസ്ക് ഒന്നും എൻക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇത് 2.5 ഇഞ്ചിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ എൻക്ലോഷർ എന്ന് പറയുന്നത്. HDD ആയിക്കോട്ടെ, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ആയിക്കോട്ടെ. പിന്നെ അതിനുശേഷം പറഞ്ഞാൽ USB 3.0 ആണ് ഇതിൽ ട്രാൻസ്മിഷൻ്റെ ഇത്. നമുക്കറിയാം USB 3.0 അത്രയും സ്പീഡിൽ ട്രാൻസ്മിഷൻ നടക്കും, ഡാറ്റ ട്രാൻസ്മിഷൻ. പിന്നെ പറയുന്നത് 5 Gbps ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ റേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ റേറ്റ്, ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് അല്ലെങ്കിൽ റീഡ് റൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് 5 Gbps ആണ്. പിന്നെ ടൂൾ ഫ്രീ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷനലി ഒട്ടുമിക്ക കിട്ടുന്ന ഹാർഡ് ഡിസ്ക് എൻക്ലോഷറുകൾ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് അത് അതിന് സ്ക്രൂസ് ഉണ്ടാവും, സ്ക്രൂസ് ഊരി അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ വെച്ച് ലോക്ക് ചെയ്തിട്ട് തിരിച്ച് വെച്ച് ഹാർഡ് ഡിസ്കും കേസും കൂടി ഒരുമിച്ച് സ്ക്രൂ ചെയ്ത് വെക്കണം. പക്ഷേ ഊരിപ്പോരാണ്ടിരിക്കുന്ന ടൈറ്റ് ആയിട്ടിരിക്കാനുള്ള ഒരു സംഭവമാണ് നോർമലി വന്ന ഒട്ടുമിക്ക ഹാർഡ് ഡിസ്ക് എൻക്ലോഷറുകൾക്ക് അങ്ങനെയാണ്. പക്ഷേ ഇതിനങ്ങനെയല്ല, ഇത് ജസ്റ്റ് കയറ്റി വെച്ചത് ടൂൾ ഫ്രീ ഇൻസ്റ്റാളേഷൻ ആണ്. ബട്ട് സ്റ്റിൽ പക്കയായിട്ട് പാക്ക് ആയിരുന്നോളും. അത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. സോ ഇതാണ് മോഡൽ നമ്പർ, കാര്യങ്ങൾ. ടൂൾ ഫ്രീ ഇൻസ്റ്റാളേഷൻ, സിംപ്ലി പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള കേസുകൾ ഒറീക്കോ കമ്പനി അതാണ് പറഞ്ഞത്. പിന്നെ സൈഡിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ ഒറീക്കോ കമ്പനിയുടെ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ നേരത്തെ പറഞ്ഞ USB 3.0 5 Gbps സ്പീഡ്, ടൂൾ ഫ്രീ ഇൻസ്റ്റാളേഷൻ. പിന്നെ ഒരു USB എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളാണ്, അത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അത് പറയണമെന്ന് വെച്ചാൽ USB ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ 3.0 പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യാൻ ട്രാൻസ്മിഷൻ റേറ്റിൽ നിന്ന് 40% കൂടുതലായിരിക്കും റൈറ്റ് റേറ്റ്, ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി ഹാർഡ് ഡിസ്കിലേക്ക് ഈ USB ഇത് ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ റീഡ് റേറ്റ് എന്ന് പറയുന്നത് നോർമൽ USB 3.0-നേക്കാളും 70% കൂടുതലായിരിക്കും. സോ അതാണ് USB പ്രോട്ടോകോൾ എന്നുള്ള സംഭവം. ഓക്കെ, ടൂൾ ഫ്രീ ഇൻസ്റ്റാളേഷൻ. ബാക്കി പിന്നെ സൈഡിൽ ഇതൊക്കെ തന്നെയാണ്. ഒറീക്കോ കമ്പനിയുടെ ഒരു QR കോഡ് ഉണ്ട് ഡയറക്റ്റ് ഒരു വെബ്സൈറ്റിലേക്കുള്ളത്. ഒരു ഫേക്ക് കമ്പനി ഒന്നുമല്ല, നമ്മുടെ നല്ല കമ്പനിയാണ്. അത്യാവശ്യം ഈ കമ്പ്യൂട്ടർ പെരിഫറൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണത്. സോ ഒറീക്കോ കമ്പനി അത് കാര്യത്തിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ജാപ്പനീസ് ഭാഷ എന്ന് തോന്നുന്നു. നമുക്ക് താഴെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, നെയിം, മോഡൽ നമ്പർ, പിന്നെ ഡയമെൻഷൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ. പിന്നെ ഇൻപുട്ട് SATA 3.0 പോർട്ടാണ്, USB പോർട്ടല്ല അതിൻ്റെ ഇൻപുട്ട്, SATA പോർട്ടാണ് വന്നത്. പിന്നെ ഔട്ട്പുട്ടാണ് USB പോർട്ട് വന്നത്. അതായത് നമ്മൾ സിസ്റ്റത്തിലേക്ക് കുത്താൻ, ലാപ്ടോപ്പിലേക്ക് ആയാലും നമ്മുടെ ഫോണുകളിലേക്കൊക്കെ ആയാലും OTG വഴി കുത്താനായാലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എടുക്കുന്നത് പോർട്ട് എന്ന് പറയുന്നത് USB 3.0 പോർട്ടാണ്.
പിന്നെ നേരത്തെ പറഞ്ഞ ട്രാൻസ്മിഷൻ റേറ്റ് നമ്മുടെ 5 Gbps ട്രാൻസ്മിഷൻ റേറ്റ് ഉണ്ട്. പിന്നെ കമ്പാറ്റബിൾ ഡ്രൈവ്, അതായത് ഈ നമ്മുടെ എൻക്ലോഷറിൻ്റെ അകത്ത് ഇരിക്കുന്ന ഡ്രൈവുകൾ 2.5 ഇഞ്ച് സാറ്റ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD. തിക്നെസ് എന്ന് പറയുന്നത് 7 to 9.5 mm ആയിരിക്കണം തിക്നെസ്. സോ ആ റേറ്റിലുള്ള സാധനങ്ങളാണ് ഇതിൽ, അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഹാർഡ് ഡിസ്കും SSDകളാണ് നമ്മുടെ എൻക്ലോഷറിൽ സപ്പോർട്ട് ആവുന്നത്. സോ അത്രയൊക്കെ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. പിന്നെ സപ്പോർട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ്, മാക് OS നോർമലി വന്ന പോലെ തന്നെ എല്ലാ വിൻഡോസ് സിസ്റ്റത്തിലും മാക് സിസ്റ്റത്തിലും OS ഉള്ള ലിനക്സ് സിസ്റ്റത്തിലൊക്കെ സപ്പോർട്ടഡ് ആണ്. പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. 1050 ആണ് മാർക്കറ്റ് പ്രൈസ്. പക്ഷേ ഞങ്ങളിത് വാങ്ങിയത് ആമസോണിലാണ്. ആമസോണിൽ ഇത് ഡീൽ പ്രൈസ് ആയിട്ട് കിടക്കുന്നത് വെറും 540 റുപ്പീസാണ്, അതായത് 540, ഏകദേശം പകുതി ആ ഒരു റേറ്റിലാണ് എന്താ പറയുക നമ്മുടെ ആമസോണിൽ ഓൺലൈൻ മാർക്കറ്റിൽ ഇത് കിടക്കുന്നത്. സോ ഓഫ്ലൈൻ മാർക്കറ്റിൽ വാങ്ങിക്കണം വളരെയധികം നേരെ പകുതി വിലക്കാണ് നമുക്കിത് കിട്ടിയത്. ഞങ്ങൾ വാങ്ങിയതും അത് തന്നെയാണ്. ബ്ലാക്ക് ആണ് കളർ, അങ്ങനെയാണ് കൺട്രി ഫോർജിൻ ചൈന കാര്യങ്ങളൊക്കെ. അത്രേ ഉള്ളൂ. ഇതിൻ്റെ പാക്കേജിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യം നമുക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് കേസ്. അതിന് മുന്നേ ഇതാണ് നമ്മുടെ USB 3.0 കേബിൾ, നമ്മുടെ ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, നല്ലൊരു ക്വാളിറ്റി കേബിളാണ് USB 3.0 കേബിൾ. അപ്പോൾ അതങ്ങോട്ട് വയ്ക്കാം. പിന്നെ നമ്മുടെ യൂസേഴ്സ് മാനുവലുണ്ട്. യൂസേഴ്സ് മാനുവൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നല്ല, അതിൽ കണക്ട് ചെയ്യണത് എങ്ങനെയാണ് ഒരു സൈഡിൽ ഇംഗ്ലീഷിലും ബാക്കിയുള്ള സൈഡിലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള, നമുക്കത് ബാക്കി അങ്ങോട്ട് വരുമ്പോൾ പറയാം. എപ്പോഴും യൂസർ മാനുവൽ വായിച്ചു നോക്കാം ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ. പിന്നെ ഇവർ ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം ഇട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു സൈഡിൽ എന്താ പറയുക ഡബിൾ സൈഡഡ് ടൈപ്പ് ആണെന്ന് അതുപോലെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹാർഡ് ഡിസ്ക് എൻക്ലോഷറിൻ്റെ അകത്ത് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഹാർഡ് ഡിസ്ക് ഒന്നുകൂടി പാക്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ആയിരിക്കണം അവർ വെച്ചേക്കുന്നത്. ഓക്കെ, അതാണ് ആ കേസ്. അപ്പോൾ അത്രയും കാര്യങ്ങളും ഇനിയാണ് നമ്മുടെ മെയിൻ എൻക്ലോഷർ. ഒട്ടും വെയിറ്റിലാവട്ടെ, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് സാധനമാണ്. വാണിംഗ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാഗ്സ് ക്യാൻ ബി ഡേഞ്ചറസ് ടു അവോയ്ഡ് ഡേഞ്ചറസ് സഫോക്കേഷൻ, കീപ് ദ ബാഗ് അവേ ഫ്രം ബേബീസ് ആൻഡ് ചിൽഡ്രൻ, അതിനൊക്കെ ഇരിച്ചിട്ടുണ്ട്. സോ നമുക്ക് പൊളിക്കാം. ഇത് ഞങ്ങളിതൊരു അൺബോക്സ് ചെയ്തതാട്ടോ. ഞങ്ങൾക്കിത് ഇന്നിപ്പോൾ കാലത്ത് കിട്ടിയുള്ളൂ സാധനം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് 2.5 ഇഞ്ച് ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ, ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD എൻക്ലോഷർ എന്ന് പറയുന്നത്. സോ ഒട്ടും വെയിറ്റില്ല, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ പോർട്ട് ഉണ്ട്, അതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ടൂൾ ഫ്രീ ഇൻസ്റ്റാളേഷൻ ആണ്, അതായത് സ്ക്രൂസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് ഡയറക്റ്റ്. സോ അതിന് വേണ്ടി വെച്ചാൽ നമ്മൾ ഈ പഴയ ഫോണിൻ്റെ ഒക്കെ നമ്മുടെ ബാക്ക് കവർ വരില്ല, അതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഊരി വരും. ഇവിടെ കണ്ടോ, ഇതിൻ്റെ ഈ പോർട്ട് എന്ന് സാറ്റ പോർട്ടാണ്, അതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ആയിട്ട് കണക്ട് ആവുന്നത്. അത് ഹാർഡ് ഡിസ്ക് ജസ്റ്റ് ഇതിലേക്ക് കയറ്റി വെച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് അടച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ USB പോർട്ടും കുത്തി നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഡയറക്റ്റ് എടുക്കും, പ്രൊവൈഡഡ് നമ്മുടെ ഹാർഡ് ഡിസ്ക് വർക്കിംഗ് ആയിരിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചീത്തക്കേടായ ഹാർഡ് ഡിസ്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ വർക്കില്ല. സോ ഹാർഡ് ഡിസ്ക് വർക്കിംഗ് ആയിരിക്കണം, ആ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ. സിമ്പിൾ ബിൽഡാണ്, വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, സാധനം നല്ല പ്ലാസ്റ്റിക്കാണ്, നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് വെച്ചാണ് ചെയ്തിരുന്നത്. സോ അത്രേ ഉള്ളൂ അൺബോക്സിങ്ങിനെ കുറിച്ച് പറയാൻ, ഇത്ര ഈ പാക്കിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ നമ്മുടെ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് നമുക്കത് കണക്ട് ചെയ്ത് നോക്കാം, എങ്ങനെ വർക്കിംഗ് ആണോ എന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഞങ്ങളെടുത്ത ഹാർഡ് ഡിസ്ക് ആണ്, ഞങ്ങളുടെ പഴയ ലാപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് ആണിത്. എന്ന് പറയുന്നത് ഒരു 500 GB ഹാർഡ് ഡിസ്ക് ആണിത്. 1 TB അല്ല, ഇത് 500 GB ആണ്. പഴയ ലാപ്ടോപ്പ് സാംസങ്ങിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ആണ്. കണ്ടത് ഇതാണ് 2.5 ഇഞ്ച് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. സോ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. സോ ജനറലി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഔട്ട് എടുത്തത് കണ്ടു ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലാപ്ടോപ്പിൽ കുത്തിയാലോ ഈ പോർട്ടലനുസരിച്ച് കുത്തിയാൽ മാത്രമേ നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇതെങ്ങനെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആക്കി എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കണ്ടോ സോക്ക് പോർട്ട് കണ്ടോ, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അത് നേരെ അതായിട്ട് മാച്ച് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കയറ്റുന്നു കണ്ടോ, ഒരുപാട് കൊണ്ട് പ്രസ് ചെയ്യേണ്ട. ഇവിടെ നമുക്കൊരു സൗണ്ട് കേൾക്കാം, അത് ജസ്റ്റ് ഉണ്ടോ ലോക്ക് ചെയ്ത് വെച്ചാൽ അവിടെ ലോക്കായിട്ടിരുന്നോളൂ. മറ്റേ നേരത്തെ കാണിച്ച ഡബിൾ സൈഡും ഞങ്ങൾ തൽക്കാലം വെക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് എടുക്കുക, സ്ലൈഡ് ചെയ്ത് തന്നെ. ഓക്കെ, നമുക്ക് നമ്മുടെ പോർട്ടുകൾ ഇത് കേബിൾ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ കുത്തി നോക്കാം ഇത് എടുക്കുന്നുണ്ടോ നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് കൺവേർട്ട് ആവുന്നത് നോക്കാം. നമുക്ക് കണക്ട് ചെയ്യാം ആദ്യം പോർട്ടിലേക്ക്. ഓക്കെ, കണക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റം എടുത്തിട്ടുണ്ട് ആ ഒരു സൗണ്ട് കേട്ടോ. സിസ്റ്റം റിസൾട്ട് ചൂസ് വാട്ട് ഹാപ്പൻ വിത്ത് റിമൂവബിൾ ഡ്രൈവ്സ്, അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, അത് എടുത്തോ നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നേരത്തെ എന്ന് പറയുന്നത് ഇത് വരുന്ന ലാപ്ടോപ്പിൽ എന്ന് വെച്ചാൽ 3 ലോക്കൽ ഡിസ്ക് ഉണ്ടായി. DE വരെ ഉണ്ടായി. 2 എന്താ പറയുക ലോക്കൽ ഡിസ്ക് എക്സ്റ്റൻഷൻസ് ഉണ്ടായി നമുക്ക്. സോ അത് എല്ലാം എടുത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നോക്കിയപ്പോൾ കാണാം ശരിക്കും ഈ ലാപ്ടോപ്പിലുള്ളതെന്ന് പറയുന്നത് സിയും ഡിയും ഇയും മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ എന്താ പറയുക എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക
ലോക്കൽ ഡിസ്കുകളാണ്, അതിൻ്റെ പാർട്ടീഷൻസ് ആണ് ഈ കാണിച്ചേക്കണമെന്ന് പറയുന്നത്. സോ അതിൽ പഴയ വിൻഡോസ് സിസ്റ്റം ഇൻസ്റ്റാൾ ആയതുകൊണ്ട് അതിന് സിസ്റ്റം റിസർവ്ഡ് എന്ന് പറഞ്ഞൊരു ഇത്ര കുറച്ച് എമൗണ്ട് പോയിട്ടുണ്ട്. പിന്നെ എച്ച് എന്ന് പറയുന്നത് ഈ എച്ച് എന്ന് പറഞ്ഞ ഡ്രൈവിലായിരിക്കും അവിടെ പഴയ ലാപ്ടോപ്പിൽ നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കണമെന്ന് പറയുന്നത്. സോ പ്രോഗ്രാം ഫയൽസ് അതിൻ്റെ ഫയൽസുകളുണ്ട്. പിന്നെ ബാക്കി ലോക്കൽ ഡിസ്ക് നമ്മുടെ ഫോട്ടോസ് പേഴ്സണൽ ഫയൽസ് സ്റ്റോർ ചെയ്തിട്ടിരുന്നതാണത്. സോ ബാക്കി 500 GB ആണ് മൊത്തം ഈ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ്. അത് ഇത്രയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതെല്ലാം പോകും. ഓക്കെ, സോ ശരിക്കും ഞാൻ റിമൂവ് ചെയ്യാൻ പാടില്ല, എജക്ട് ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ എപ്പോഴും. നമ്മുടെ ഒരു ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യുമ്പോൾ ഓരോന്ന് ഡിറ്റക്ട് ചെയ്ത് വരും. ലോക്കൽ സിസ്റ്റം റിസോർട്ട് എച്ച് ഐ ജെ ഓരോന്നായിട്ട് ഡിറ്റക്ട് ചെയ്ത് വരും. ഐ ഡിറ്റക്ട് ആയി ജെ ഡിറ്റക്ട് ആയി. ഓക്കെ, സോ നമ്മുടെ വർക്കിംഗ് ആണ്, അത് എൻക്ലോഷർ വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്ക് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 3000-4000 രൂപ കൊടുത്ത് നമ്മളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങണേലും 3000-4000 രൂപ കൊടുത്തൊരു നല്ല ബ്രാൻഡഡ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങണേലും നല്ലത് ജസ്റ്റ് ഒരു 500 രൂപ കൊടുത്താൽ പോട്ടെ, ഒരു 1000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻക്ലോഷർ കിട്ടും. അപ്പോൾ നമ്മുടെ എൻക്ലോഷർ എന്ന് പറയുന്നത് ഇത്ര സൈസ് വരെ ഉള്ളതൊന്നുമില്ല, അതായത് 1 TB തന്നെ വേണമെന്നൊന്നുമില്ല. 2 TB ആയിക്കോട്ടെ, 3 TB ആയിക്കോട്ടെ, 4 TB ആയിക്കോട്ടെ, എത്ര സൈസിലുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ ഒരു സിമ്പിൾ പ്രൊഡക്റ്റ് ആണ്. ഒരു 500 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ 5000-4000 രൂപ മുടക്കുന്നതിന് പകരം ഒരു 500 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പഴയത് ഏതെങ്കിലും ഇരിക്കും. അങ്ങനെ ലാപ്ടോപ്പ് നോർമലി നമ്മുടെ ലാപ്ടോപ്പ് അങ്ങനെ കേടായി കഴിഞ്ഞാൽ കണ്ടേക്കണ കാര്യങ്ങൾ അവിടെ വെക്കും, അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന റാം ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതിൻ്റെ കൂളിംഗ് ഫാനൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ തന്നെ ഞങ്ങളൊരു വീഡിയോ ഞങ്ങൾ ഇട്ടേക്കണം, നിങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ പഴയ ഈ കേടായ ലാപ്ടോപ്പിൻ്റെ തന്നെ മോണിറ്റർ അല്ലെങ്കിൽ അങ്ങനെ പാനൽ എടുത്തിട്ട് ഞങ്ങളൊരു എക്സ്റ്റേണൽ മോണിറ്റർ ഉണ്ടാക്കിയെടുത്തു. സോ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, റീസൈക്കിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ പറഞ്ഞാൽ ചീത്തയുമ്പോൾ പുതിയത് വാങ്ങണം സോയിട്ട്, പക്ഷെ അതങ്ങനെ വെറുതെ അവിടെ ഒരു ഇലക്ട്രോണിക് വേസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. സോ അത് ഇന്ന് മാക്സിമം കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കാന്നുള്ളത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ സ്റ്റോറേജ് കിട്ടാന്ന് പറഞ്ഞാൽ വളരെ 1 TB സ്റ്റോറേജ്. അത് പറഞ്ഞ പോലെ 5000 രൂപ മുടക്കി വാങ്ങുന്നതിന് പകരം ഒരു 500 രൂപ മുടക്കി ഇതുപോലത്തെ ഒരു ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ. സോ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്മിഷൻ റേറ്റ് വളരെ കൂടുതൽ, USB 3.0 ആണ്, അതുകൊണ്ട് ട്രാൻസ്മിഷൻ റേറ്റും വളരെ കൂടുതലായിരിക്കും. നല്ല സ്പീഡിൽ നമുക്ക് ഡാറ്റാസ് റൈറ്റ് ചെയ്യാം, റീഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും. സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും അറിയാലോ, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ അത് മാത്രമല്ല ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. സോ അപ്പോൾ അടുത്ത ആഴ്ച ഞാനും അനൂപും മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ലെറ്റ്സ് ഫൈറ്റ് കോവിഡ്.